നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമായവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കുമായി സുദർശന യന്ത്രം, ധനത്തിനും സമൃദ്ധിക്കുമായി ധനലക്ഷ്മി യന്ത്രം, വശ്യത്തിനായി ബാണേശി, അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളുടെ ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം, കുജരാഹുകേതു ദോഷങ്ങൾക്കായുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു നൽകുന്നു. യന്ത്രങ്ങൾ ആവശ്യമായുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസത്തിൽ സൃഷ്ടിതമാകുന്ന നവപഞ്ചമ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും 2026 ധാരാളം സമൃദ്ധിദായകമായ യോഗങ്ങളുടെ വർഷങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ചൊവ്വയും രാഹുവും തമ്മിലുള്ളതും സൂര്യനും ശനിയും തമ്മിലുള്ളതുമായ അനുകൂല കോണീയ സ്ഥാനങ്ങൾ കാരണം നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഗ്രഹങ്ങൾ 5ാമത്തെയും 9ാമത്തെയും ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് ശക്തമായ നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നത്. തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ജനജീവിതങ്ങളിൽ തന്നെ ധാരാളം സന്തോഷകരമായ സമൃദ്ധിദായകമായ ജീവൻ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന യോഗമാണ് ഇത്. നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്ന 4 രാശി നക്ഷത്രജാതരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിലാദ്യത്തേത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. മേടം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ മേഖലയിലും ബിസിനസ് മേഖലയിലും പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയ്ക്കൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും സാധിക്കും എന്നുള്ളതും നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഭാഗ്യത്താൽ മേടം രാശി നക്ഷത്രജാതർക്ക് വന്നു ചേരുന്ന ഭാഗ്യമാണ്. അതുപോലെ ഭൂമി വിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധ്യമാകും. അതിലൂടെ സാമ്പത്തികമായ നല്ല നിലയിലെത്താൻ കഴിയും. കാർഷിക വൃത്തി മെച്ചപ്പെടും. പരിശ്രമശാലിയായ ജീവിത പങ്കാളി കാരണം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വിശാലമായ ലക്ഷ്യത്തോടെയുള്ള സംരംഭങ്ങളിൽ നിന്ന് വലിയ ലാഭമുണ്ടാകും. ഓഹരി വിപണിയിലും ഊഹക്കച്ചവടത്തിലും വിജയമുണ്ടാകും. നല്ല വിദ്യാർത്ഥികൾക്ക് വലിയ വിജയം നേടാൻ കഴിയുന്ന സന്ദർഭങ്ങൾ വന്നുചേരും. വിദേശത്ത് കഴിയുന്നവർക്ക് സമയം അത്ര നല്ലതല്ല. നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി നക്ഷത്രങ്ങൾ ചേരുന്ന ഇടവം രാശി. ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റത്തിനും അംഗീകാരങ്ങൾക്കും യോഗമുണ്ട്. അതുപോലെ തന്നെ മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ വസ്തുവകകളിൽ നിന്നോ അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും എന്നുള്ളതാണ്. സാഹിത്യ രംഗത്തും മാധ്യമരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം, അവാർഡ് എന്നിവ ലഭിക്കും. മനമറിയാതെ സാമ്പത്തിക നേട്ടമുണ്ടാകും. ബാധ്യതകൾ തീർക്കും. കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. ബന്ധുജനങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കും. തൊഴിൽപരമായ യാത്രകൾ പ്രയോജനപ്രദമാകും. അതുപോലെ തന്നെ ആനന്ദകരമാവുകയും ചെയ്യും. കിട്ടാക്കടങ്ങൾ ലഭിക്കും. അതായത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ കൊടുക്കുകയും അത് തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്തിരുന്ന കടങ്ങൾ അത് തീർച്ചയായിട്ടും ആ കൊടുത്ത പണം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും. കിട്ടാക്കടങ്ങൾ ലഭിക്കും എന്നുള്ളത് അതാണ്. പ്രണയത്തിന് കുടുംബത്തിൽ നിന്ന് പച്ചക്കൊടി ഉണ്ടാകും. നല്ല വാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും. അടുത്തത് കന്നി രാശിയാണ്.
ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം വന്നു ചേരാൻ അവസരമുണ്ടാകും. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കാനും വിപുലീകരണത്തിനും അനുയോജ്യമായ സമയമാണിത്. അതുപോലെ തന്നെ സുഖകരമായ ജീവിത അനുഭവങ്ങളുണ്ടാകും. അതേപോലെ പങ്കാളിത്ത ബിസിനസ്സിൽ നഷ്ടം വരാതിരിക്കാൻ പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കണം. പൂർവിക സ്വത്ത് ലഭിക്കും. മികച്ച പാരമ്പര്യം കാരണം സാമൂഹിക അംഗീകാരവും ഉയർന്ന പദവികളും ലഭിക്കും. കീഴ് ജീവനക്കാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും. പേശി രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കും. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ കഴിയുന്നതിനുള്ള സാമ്പത്തികം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തു നിന്ന് എത്തിച്ചേരുക തന്നെ ചെയ്യും. കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ നമുക്ക് വളരെ അനുഗ്രഹീതമായ ഭാഗം ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ ആദായം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കും. മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കുവാൻ കഴിയും. സർക്കാർ ആനുകൂല്യങ്ങൾ വൈകുമെങ്കിലും ലഭിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് കുംഭം രാശിയാണ്. അവിട്ടം പകുതി ചതയം പൂരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യത്തിൻ്റെ പിന്തുണയോട് തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൊയ്യാനാകും. കടബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനുള്ള ഭാഗ്യം വന്നുചേരും. സന്താനങ്ങളുടെ ക്ഷേമത്തിന് ധനം നിക്ഷേപിക്കും. ദീർഘകാലം മുൻപ് അപേക്ഷിച്ച ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടും. ഭൂമിയിൽ നിന്നും വരുമാനം വർദ്ധിക്കും. വീട് വിട്ട് നിൽക്കുന്നതിൽ വിഷമമുണ്ടാകും. ക്ലേശകരമായ ജോലി ചെയ്യേണ്ടി വരുമെങ്കിലും ധാരാളം സാമ്പത്തിക ഗുണം അതിൽ നിന്ന് പിന്നീടുണ്ടാകും. ബന്ധുജനങ്ങളുടെ സഹായം വന്നുചേരും. അതുപോലെ തന്നെ പൂർവിക സ്വത്ത് ലഭിക്കും. ജോലിക്ക് സ്ഥലം മാറ്റത്തിനിടയുണ്ട്. കഠിനാധ്വാനം ചെയ്താലും അതിന് തക്ക പ്രതിഫലം പൂർണ്ണമായും വന്നുചേരും. ആരോഗ്യം പുഷ്ടിപ്പെടും. ബിസിനസ് ആവശ്യങ്ങൾക്ക് ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടി വരും. പക്ഷേ അത് വളരെയധികം പ്രയോജനപ്രദമാകും. പുതിയ സംരംഭങ്ങൾ ആദായകരമായി മാറുക തന്നെ ചെയ്യും. വരുമാനം വർദ്ധിക്കും. ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സൂക്ഷിക്കും. തീർച്ചയായിട്ടും ധാരാളം സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് കുംഭം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. നവപഞ്ചമ രാജയോഗത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം കുംഭം രാശി നക്ഷത്ര ജാതരിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 4 രാശി നക്ഷത്ര ജാതർ ദേവചിന്തകൾ കൊണ്ടും ദേവദേവി ചൈതന്യങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്ര സന്നിധികളിൽ പോയി പ്രാർത്ഥനയും അതുപോലെ തന്നെ പൂജാകർമ്മങ്ങളും വഴിപാടുകളും ഒക്കെ നടത്തി തന്നിലെ ഭാഗ്യത്തിൻ്റെ വ്യവസ്ഥകളെ ഉറപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. എല്ലാ ഭാഗ്യവും ഈശ്വരൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.